എൻ്റെ പൊന്നോ, ഈ സ്ട്രീറ്റ് ഫുഡ് വീഡിയോയിലൊക്കെ ലെവന്മാർ കച്ച കച്ച കചാന്ന് ചെത്തുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വളരെ എളുപ്പമുള്ള പണിയാണെന്ന്. എന്തോ എന്ന് വിളി കേട്ട് അടുത്തേക്ക് വന്നപ്പോൾ അവളോട് പറഞ്ഞത് ഈ കട്ടണ്ടിക്ക് ഒന്ന് കൂട്ടുപോയി കേടി, ഓളി ചമ്മിപ്പോയി. എൻ്റെ ഒരു കാര്യം, 60 രൂപ കത്തിയിൽ നിന്നും ലോ സ്കില്ലുള്ള എന്നിൽ നിന്നും ഇതിൽ കൂടുതൽ പെർഫോമൻസ് പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? പരീക്ഷിക്കുന്നവർ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ഒക്കെ വെട്ടിയാലും ത്രികോണേന്ന് ഒരിക്കലും വെട്ടരുത്. അത് നിയമവിരുദ്ധമാണ്. ഈ വീഡിയോ ചിത്രീകരണത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വൈദ്യുത തടസ്സം ഉണ്ടാക്കാതെ സഹകരിച്ച സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ ഈ അവസരത്തിൽ എൻ്റെ അകൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത വീട്ടിലെ ആൻസി ചേച്ചി എൻ്റെ വൈഫിന് സ്നേഹപൂർവ്വം കൊടുത്ത 2 മാങ്ങയാണിത്. മുഴുത്തു തുടുത്ത ഈ മാങ്ങകൾ കണ്ടപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് കുലങ്കഷമായി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു 10-15 ചിന്തകൾ ഒരുമിച്ച് ഉരുത്തിരിഞ്ഞു വന്നു. പക്ഷേ മാങ്ങ 2 എണ്ണമല്ലേ ഉള്ളൂ. മാങ്ങ തന്നപ്പോൾ ഈ ചേച്ചിക്ക് ഒരു 10-15 എണ്ണമെങ്കിലും തരാമായിരുന്നു. എങ്കിലല്ലേ എൻ്റെ ഉള്ളിലെ കഴിവുകൾ മുഴുവൻ പുറത്തെടുക്കാൻ പറ്റുകയുള്ളൂ. 2 മാങ്ങകൾ കൊണ്ട് 2 ഐറ്റമല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൽ ആദ്യത്തേതിൻ്റെ പണി നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഈ മാങ്ങയെ ഒന്ന് തൊലി ഉരിച്ചെടുക്കാം. ദാ കത്തിയേറിലൂടെ നമ്മുടെ 60 രൂപ കത്തിയുടെ എൻട്രിയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് രാവിലെ 100 രൂപയ്ക്ക് 3 കിലോ കിട്ടിയ പൈനാപ്പിളിൽ നിന്നും ഒരെണ്ണം എടുത്തു. ഇനി ഇതിൻ്റെ തൊലി കൂടി ഒന്ന് ചെത്തിയെടുക്കാം. എൻ്റെ പൊന്നോ, ഈ സ്ട്രീറ്റ് ഫുഡ് വീഡിയോയിലൊക്കെ ലെവന്മാർ കച്ച കച്ച കചാന്ന് ചെത്തുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വളരെ എളുപ്പമുള്ള പണിയാണെന്ന്. പക്ഷേ ഇത് ഇച്ചിരി മെനക്കെട്ട പണി തന്നെയാണ്. 60 രൂപ കത്തിയിൽ നിന്നും ലോ സ്കില്ലുള്ള എന്നിൽ നിന്നും ഇതിൽ കൂടുതൽ പെർഫോമൻസ് പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? കണ്ടാ നമ്മുടെ പൈനാപ്പിളിൻ്റെയും മാങ്ങയുടെയും ഒരു ഇരിപ്പ് കണ്ടാ. ഉണ്ടായിരുന്ന തൊലിയെല്ലാം ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇങ്ങനെ നഗ്നനായിട്ടിരിക്കാൻ ഇവറ്റകൾക്ക് ഒരു നാണവുമില്ല. മാങ്ങ പൂളിക്കഴിഞ്ഞപ്പോൾ മിച്ചം വന്ന കട്ടണ്ടി കൊണ്ട് എന്തെങ്കിലും ഒരു കോമഡി ഒപ്പിക്കണ്ടേ? എടിയെ എന്ന് പെണ്ണുമ്പിള്ളേനെ നീട്ടി വിളിച്ച് എന്തോ എന്ന് വിളി കേട്ട് അടുത്തേക്ക് വന്നപ്പോൾ അവളോട് പറഞ്ഞത് ഈ കട്ടണ്ടിക്ക് ഒന്ന് കൂട്ടുപോയി കേടി, ഓളി ചമ്മിപ്പോയി. എൻ്റെ ഒരു കാര്യം. ഇനി നമുക്ക് ഈ മാങ്ങാപ്പൂളിനെയൊക്കെ ഒന്ന് കുണുകുണാന്ന് അരിഞ്ഞെടുക്കാം. മാങ്ങാപ്പൂളിനെ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ഒക്കെ വെട്ടിക്കൂട്ടാം. ഈ റെസിപ്പി പരീക്ഷിക്കുന്നവർ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ഒക്കെ വെട്ടിയാലും ത്രികോണേന്ന് ഒരിക്കലും വെട്ടരുത്. അത് നിയമവിരുദ്ധമാണ്. ഇങ്ങനെ തള്ളിമറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. പൈനാപ്പിൾ എടുക്കുന്ന വീഡിയോ എടുത്തില്ല. ആ പൈനാപ്പിളിൻ്റെ ചുവട് ഭാഗം ഇവിടെ ഇരിപ്പുണ്ട്. അതൊന്ന് തിന്നു നോക്കാം. ആഹാ, നല്ല മധുരം. ഇന്ന് ഷുഗർ കൂടി പണ്ടാറ അടങ്ങിയില്ലെങ്കിൽ ഭാഗ്യം. ഇനി നമുക്ക് വെട്ടിക്കൂട്ടിയ പൈനാപ്പിളും മാങ്കോയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഒരൈറ്റം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണം. ലെമൺ ഫ്ലേവറുള്ള ടാങ്ക് പൊടി, സോറി ടാങ്ക് അല്ല, ഹാപ്പിയുടെ ഐഡിയമാണ്. ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് ഈ പരുവമാക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് 3-4 ക്യൂബ് ഐസ് ക്യൂബ് ഇട്ടിട്ട് അടിച്ചെടുത്ത ജ്യൂസ് അങ്ങോട്ട് സ്റ്റൈലായിട്ട് ഒഴിക്കുക. ഈ വീഡിയോ ചിത്രീകരണത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വൈദ്യുത തടസ്സം ഉണ്ടാക്കാതെ സഹകരിച്ച സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ ഈ അവസരത്തിൽ എൻ്റെ അകൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ആ ജ്യൂസ് എടുത്ത് അങ്ങോട്ട് കുടിക്കുക. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു 3-4 ലാമ്പിട്ട് ഗ്ലഞ്ചം എന്ന് അങ്ങോട്ട് കുടിക്കുക.